നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ഏരിയ ഇന്ത്യൻ ചരിത്രമാണ്. ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് SCERT, NCERT, മാക്സിമം PYQ ഉൾപ്പെടെ കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലാസ്സിന്റെ ആദ്യാവസാനം കൃത്യമായി കാണുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഡേ 9 വർക്കൗട്ടിന്റെ പെൻഡിങ് ഉള്ള ടോപ്പിക്കാണ് ഇന്ന് ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം ചെറിയ ഒരു ആക്സിഡന്റ് പറ്റി, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വല്പം റെസ്റ്റ് വേണ്ടി വന്നു. അത് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പം ഈ പറയുന്ന ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ക്ലാസ്സിനകത്ത് ഒരു മാറ്റവും ഇല്ല, വർക്കൗട്ടിൽ ഒരു മാറ്റവും ഇല്ല, പരീക്ഷയിൽ നമ്മൾ മാറ്റമില്ല, PDF നോട്ട് തരുന്നതിൽ മാറ്റമില്ല. അപ്പം ഉഷാറായി പഠിക്കുക. ഞാനും ഉഷാറാണ്, നിങ്ങളും ഉഷാറായി തന്നെ പഠിക്കുക. ഇനി ഈ പറയുന്ന വരും ദിവസങ്ങൾ നമ്മൾ SCERTയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഡിസ്കസ് ചെയ്യും. കറണ്ട് അഫയേഴ്സിന്റെ കേരള PSCയുടെ ബുള്ളറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്, കേരള PSCയുടെ മാക്സിമം PYQ ഉൾപ്പെടെയുള്ള മുഴുവൻ കണ്ടന്റ് സോർട്ട് ചെയ്യുന്ന റിവിഷൻ ചാലഞ്ച് ഉൾപ്പെടെ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഉഷാറായി പഠിക്കുക, ഉഷാറായി തന്നെ എന്ത് ചെയ്യുക, പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഒരു തരത്തിലുള്ള നെഗറ്റീവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വരുന്ന 10th ലെവൽ പ്രിലിംസ് നേടും. അപ്പൊ നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പഠിച്ച SCERT സ്കൂൾ ടെക്സ്റ്റിൽ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ എടുത്ത കണ്ടന്റിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ഒരു പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ് മറ്റൊരു പ്രസ്താവന. ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 നിലവിൽ വന്നു മറ്റൊരു പ്രസ്താവന. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ പട്ടാഭി സീതാരാമയ്യ. ഈ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു ഏരിയ നമ്മൾ പഠിക്കും. സ്വദേശി പ്രസ്ഥാനം മാത്രം പഠിച്ചാൽ പോരാ, മറ്റു സംവിധാനങ്ങളെ പറ്റി പഠിക്കും. സ്വദേശി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ വന്ന സംഘടനകൾ, ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട മാസികകൾ, പത്രങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുക. ഒന്നാമത്തെ പ്രസ്താവനയിലേക്ക് പോകുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. അത് ശരിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. പശ്ചിമ ബംഗാൾ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ബംഗാൾ പ്രദേശം, ബംഗാൾ പ്രവിശ്യ, പശ്ചിമ ബംഗാൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മാത്രമല്ല, ആ പശ്ചിമ ബംഗാൾ ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തെയാണ് പഴയ കാലത്ത് ബംഗാൾ എന്നറിയപ്പെട്ടത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, വംഗദേശം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളും വംഗദേശം എന്നറിയപ്പെടുന്ന രാജ്യം അപ്പൊ ഏതായിരിക്കും? അത് ബംഗ്ലാദേശാണ്. വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ പശ്ചിമ ബംഗാളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബംഗ്ലാദേശിനെ കൂടെ ഒന്ന് പരിഗണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജിച്ച വർഷം അല്ലെങ്കിൽ ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷവും സെയിം വർഷം തന്നെയാണ്, 1905. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ പറയുന്ന ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് ബംഗാൾ വിഭജിച്ച വർഷം, അതായത് ബംഗാൾ വിഭജിച്ച വർഷം ചോദിച്ചാൽ അത് 1905 ജൂലൈ 20. മറക്കല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം വരുന്നത്. ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന എന്നാണ് ചോദിച്ചാൽ, ബംഗാൾ വിഭജിക്കുന്നത് 1905, ബംഗാൾ വിഭജിച്ച വർഷം ഡേറ്റ് സഹിതം 1905 ജൂലൈ 20 ഓർക്കണം. ദെൻ ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി അത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? തിരുവിതാംകൂർ സന്ദർശിക്കുന്ന ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയുടെ പേര് ലോർഡ് കഴ്സൺ എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട് ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് റൊണാൾഡ് ഷെയാണ്. ഓക്കെ, അപ്പൊ ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാ. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 നിലവിൽ വന്നു. വളരെ പ്രധാനപ്പെട്ടതാ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 നിലവിൽ വന്നു. അപ്പൊ എ ഓപ്ഷൻ ശരിയാണ്, ബി ഓപ്ഷൻ ശരിയാണ്, സി ഓപ്ഷനും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ തെറ്റായിരിക്കും എന്ന് മുൻവിധി വരരുത്. അതുകൂടി വായിക്കുന്നതിൽ തെറ്റില്ല. ഓപ്ഷൻ ഡിയിലേക്ക് വരുന്നു. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ പട്ടാഭി സീതാരാമയ്യ. പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം പട്ടാഭി സീതാരാമയ്യ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ ഈ പട്ടാഭി സീതാരാമയ്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം? ഒന്ന്,
കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് പട്ടാഭി സീതാരാമയ്യ. അതൊന്ന് ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ പട്ടാഭി സീതാരാമയ്യ രചിച്ച 1935 പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥമുണ്ട്. അതിന്റെ പേര് കോൺഗ്രസിന്റെ ചരിത്രം എന്നാണ്. അപ്പൊ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. അദ്ദേഹമല്ല എന്ന് പറഞ്ഞത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണെന്ന് പറഞ്ഞത് അദ്ദേഹമല്ല. അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ ടൈം ഓർത്തു നോക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാക്കി നമുക്ക് പഠിക്കണം. അപ്പൊ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1913 ഗീതാഞ്ജലിയുമായി ബന്ധപ്പെട്ട കൃതികളൊക്കെ നിങ്ങൾ പഠിക്കും. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഗീതാഞ്ജലി എഴുതിയത് ആരാണ്? ഈ പറയുന്ന രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആവർത്തിച്ച് പറയുന്നത്. സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ നമുക്ക് വേണ്ടത് ഇതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. എന്താ ഈ പറയുന്ന ബംഗാൾ വിഭജനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമ്മളെ എന്ത് ചെയ്യുന്നു? ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കൺസെപ്റ്റ് ആണ് ബംഗാൾ വിഭജനം എന്നറിയപ്പെടുന്നത്. അപ്പൊ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരന്റെ പേര് രവീന്ദ്രനാഥ ടാഗോർ എന്നാണ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അത് റൊണാൾഡ് ഷേ ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. ഇങ്ങനെ പറഞ്ഞത് 1904 റിസലെ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരനാണ്. അപ്പൊ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചരിത്രകാരന്മാരും ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് മേധാവികളും എല്ലാം ഇങ്ങനെ പറയും. റിസലെയാണ് 1904 പറഞ്ഞത്. അപ്പൊ 1904 അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. 1905 ജൂലൈ 20 ബംഗാൾ വിഭജിക്കുന്നു. ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നിലവിൽ വരുന്നത്, ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ അത് 1905 ഒക്ടോബർ 16 ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആശയം ഒന്ന് ഓർത്തു വെക്കണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? ബംഗാൾ എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഒന്ന്, ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന സമയത്ത്, അതായത് 1905 ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയി ചോദിച്ചാൽ അത് മിന്റോ രണ്ടാമൻ അല്ലെങ്കിൽ മിന്റോ സെക്കൻഡ് ആണ്. ഈ പറയുന്ന ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പം ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? അത് മിന്റോ രണ്ടാമനാണെന്ന് ഓർത്തു വെക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇനി ഈ ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറിയുടെ പേര് ലോർഡ് ബ്രോഡിക്കെന്ന. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു റിസലെ 1904 പറഞ്ഞ വാക്യം, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, ഈ പറഞ്ഞ ബംഗാൾ വിഭജന സമയത്ത്, അതായത് 1905 ബംഗാൾ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ വിഭജിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ്, നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ, നിങ്ങളുടെ കയ്യിലുള്ള SCERT NCERT എന്ത് തന്നെ ആയിക്കോട്ടെ അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? വായിക്കുക. ഇല്ലാത്തവർ എന്ത് ചെയ്യുക? ഈ ക്ലാസ് കാണുക. ചിലപ്പോൾ ആളുകൾ പറയും അതാ ടെക്സ്റ്റുകളില്ല അല്ലെങ്കിൽ റാങ്ക് ഫയൽ ഇല്ല. വേണ്ട, ഈ ക്ലാസ് കാണാമല്ലോ. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റിനെ നിങ്ങൾ വായിക്കുന്നെങ്കിൽ ആ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുക? സ്വദേശി പ്രസ്ഥാനം നോക്കുക, ബംഗാൾ വിഭജനം ഒന്ന് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ക്ലാസ് പ്ലസ് PDF പ്ലസ് എക്സാം, ഈ 3 സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ഈ പറയുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ ഉണ്ടായിരിക്കും, SCERTയുടെ റിവിഷൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് കൃത്യമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അത് കൃത്യമായി ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഇപ്പൊ ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നാ പറഞ്ഞത് അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ഈ പറഞ്ഞ ബംഗാൾ വിഭജിക്കുമല്ലോ. ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് 2 പുതിയ പ്രവിശ്യകളാണ് ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1905
ബംഗാൾ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പുതിയ പ്രവിശ്യകൾ ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞേ? ഒന്ന് ഈ പറയുന്ന പടിഞ്ഞാറൻ ബംഗാളും ഒഡീഷയും ബീഹാർ എന്നറിയപ്പെടുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള ഒരു പ്രവിശ്യ. അതായത് അതിന് പറയുന്ന പേര് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം എന്നാണ്. വീണ്ടും ആവർത്തിക്കുന്നു, ബംഗാൾ വിഭജനത്തിന്റെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭിന്നിപ്പിച്ച് ഭരിക്കുക ആണല്ലോ. അപ്പൊ ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ എന്നെയും നിങ്ങളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ മതം പറയാം, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആസ്പെക്ട് പറയാം. ഇങ്ങനെയാണല്ലോ നമ്മളെയും ഇപ്പൊ ഈ പറയുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യുക? ഒന്നുകിൽ ജാതി പറയുക, അല്ലെങ്കിൽ മതം പറയുക, അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്തുക. ഇതാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം വരും. ഇപ്പൊ ഇവിടെ ബംഗാൾ എന്നറിയപ്പെടുന്ന ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ ബംഗാൾ വിഭജനത്തിലൂടെ അവർ ലക്ഷ്യം വെച്ചത് നമ്മളെ എന്ത് ചെയ്യുക? ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭിന്നതയില്ല. പക്ഷേ അത് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേർതിരിവുണ്ടല്ലോ. അപ്പൊ അത് എന്ത് ചെയ്യുക? പരമാവധി മുതലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ബംഗാൾ വിഭജനം കൊണ്ടുവരുന്നത്. അപ്പോൾ ബംഗാൾ വിഭജനത്തിന്റെ ഫലമായിട്ട് പുതുതായി രൂപം കൊണ്ട രണ്ട് പ്രദേശങ്ങൾ, ഒന്ന് വേറെ ഒന്നുമില്ല, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്, മറ്റൊരെണ്ണം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമുണ്ട്. അപ്പം ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ബംഗാൾ വരും, ഒഡീഷ വരും, ബീഹാർ വരും. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ. വിഹാരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള 3 പ്രദേശങ്ങൾ ചേർന്നെയാണ് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം. അതിന്റെ തലസ്ഥാനം കൽക്കട്ടയാണ്. അതൊന്ന് ഓർത്തുക്കണം. അന്നത്തെ സമയത്ത് കൽക്കട്ടയാണ്. ഇനി കിഴക്കൻ ബംഗാളും ആസമും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ട് അവരങ്ങ് മാറ്റും. അതിന് തലസ്ഥാനം ധാക്കയായിട്ട് മാറും. പിന്നീട് അത് ബംഗ്ലാദേശ് ആയിട്ട് മാറുന്നു. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്. ഈ പറയുന്ന ബംഗാൾ എന്നറിയപ്പെടുന്ന പ്രദേശം മുഴുവൻ ഒക്ടോബർ 16 എന്നറിയപ്പെടുന്ന 1905 ഒക്ടോബർ 16 ഡേറ്റ് ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ബംഗാളില് ഐക്യം, അവിടെ ഈ പറയുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മറ്റെല്ലാ ജാതി മതസ്ഥരുടെയും ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി രാഖി ബന്ധൻ അല്ലെങ്കിൽ രക്ഷാബന്ധൻ എന്നറിയപ്പെടുന്ന ഒരു ആശയം കൊണ്ടുവരണം. അത് നിർദ്ദേശിച്ച വ്യക്തിത്വത്തിന്റെ പേര് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ ഒക്ടോബർ 16 എന്ത്? രാഖി ബന്ധൻ ദിനം. ചരിത്രം പറയുന്ന ഇങ്ങനെയാണ്. രക്ഷാബന്ധൻ അല്ലെങ്കിൽ രാഖി ബന്ധൻ എന്തിനു വേണ്ടിയാ? ഈ പറയുന്ന ബംഗാളിൽ ഐക്യത ഉണ്ടാക്കാൻ വേണ്ടി രവീന്ദ്രനാഥ ടാഗോർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന രാഖി ബന്ധൻ ദിനം അല്ലെങ്കിൽ രക്ഷാബന്ധൻ ദിനം. അതല്ലാതെ ഒരു വിഭാഗക്കാർക്ക് മാത്രമുള്ള ഒരു ചാപ്പയായി മാത്രം അതിനെ കൺസിഡർ ചെയ്യരുത്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് അമർ സോന ബംഗ്ല എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട PYQ ഒന്ന് ഓർത്തു വെക്കണേ. ഈ പറയുന്ന ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഗാനത്തിന്റെ പേര് അല്ലെങ്കിൽ കവിതയുടെ പേര് അമർ സോന ബംഗ്ല എന്നാണ്. ഈ അമർ സോന ബംഗ്ല ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണെന്ന് ഓർത്തു വെക്കണം. നിലവിൽ ഈ അമർ സോന ബംഗ്ല രവീന്ദ്രനാഥ ടാഗോർ എഴുതി. അടുത്തത് 1911 ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് അത് ഹാർഡിഞ്ച് പ്രഭുവ. ഒരു ഇഞ്ച് വിഭജിച്ച് അങ്ങ് റദ്ദാക്കി. ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇഞ്ച് റദ്ദാക്കിയെന്ന് ഓർത്തു ഇച്ചിരി ഈ പറയുന്ന ഹാർഡിഞ്ച് പ്രഭുവാണ് 1911 ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത്. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേര് സ്വദേശി പ്രസ്ഥാനമാണ്. അപ്പൊ വരും കണ്ടന്റിൽ നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തെ പറ്റി പഠിക്കണം, മിത്രമേളയെ പറ്റി പഠിക്കണം, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയെ പറ്റി നമ്മൾ പഠിക്കും, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയെ പറ്റി പഠിക്കും. അപ്പൊ 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ഈ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയും ബംഗാൾ വിഭജനം റദ്ദാക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അത് BN ദറുവാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന ബംഗാൾ വിഭജനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബംഗാൾ വിഭജനം വിഭജനത്തിന്റെ ഫലമായിട്ടുണ്ടായ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായല്ലോ. ഇതെല്ലാം ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെ അറിയപ്പെടുന്ന പേര് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാണെന്ന് ഓർത്തുവെക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒക്ടോബർ 16 കിട്ടി. അമർ സോന ബംഗ്ല എന്ന കവിത എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് കിട്ടി. ആ അമർ സോന ബംഗ്ല ഇപ്പോൾ നിലവിൽ എന്താണ്? ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് എന്ന് ഓർത്തു വെക്കണം. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയാണ്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രത്യേകതയുണ്ട്. അവിടുത്തെ ഔദ്യോഗിക പക്ഷി കാക്കയാണ്. ഔദ്യോഗിക ഫലം എന്ന് പറയുന്നത് ചക്കയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. അതൊന്നും
ഓർത്തു വെക്കണം. ഇനി ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യക്തികൾ ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് 1905 ബംഗാൾ വിഭജനത്തെ ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് വിശേഷിപ്പിച്ചത്. ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല എന്നാണ് ആര് പറഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്. ഇനി പറയുന്ന ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് ബംഗാൾ വിഭജനത്തെ അല്ലെങ്കിൽ ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേര് സുരേന്ദ്രനാഥ ബാനർജി. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് വായിക്കുക, നിങ്ങളുടെ ഈ പറയുന്ന PDF നോട്ട് ഉറപ്പായും വായിക്കുക. ഈ ക്ലാസിന്റെ ലിങ്കിന് തൊട്ട് താഴെ തന്നെ ഇതിന് PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നു. ഇത് മാത്രമേ പഠിക്കാവൂ, ഇത് മാത്രം തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്നല്ല പറയുന്നത്. നിങ്ങൾ വായിക്കുന്ന, നിങ്ങൾ കാണുന്ന മറ്റ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഇതും കൂടെ വായിക്കുമ്പം ഇതൊരു ഓർഡർ ആയിട്ടാണ് നമ്മൾ പറയുന്ന ഈ 20 ദിവസത്തെ വർക്കൗട്ടായിട്ട് ഇന്ന് 9ാമത്തെ ദിവസമല്ല, ഇന്ന് 9ാമത്തെ വർക്കൗട്ടിന്റെ പെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോയും, ഇന്ന് 10ാമത്തെ വർക്കൗട്ടാണ്, 10ാമത്തെ ദിവസമായിട്ടുള്ള വർക്കൗട്ടാണ്. ഇനി 10 ദിവസങ്ങളുണ്ട്. അപ്പൊ പകുതി ഫിനിഷ് ആവാറായി. പകുതി ഫിനിഷ് ആവുമ്പോൾ എത്രത്തോളം മാറ്റമുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോൾ പരീക്ഷയൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ധാരണ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് വേണ്ടത് ഈ ക്ലാസ്സിന്റെ PDF ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. പരീക്ഷ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, സെപ്പറേറ്റ് പരീക്ഷ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ, PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ ഇതിന്റെ സൗജന്യ പരീക്ഷ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അറ്റൻഡ് ചെയ്യുക. ദെൻ അടുത്ത ടോപ്പിക് ഏതാണോ, കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ കറണ്ട് അഫേഴ്സ്, പഞ്ചവത്സര പദ്ധതികൾ കുറച്ച് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ പഞ്ചവത്സര പദ്ധതി എടുത്തോളാം. ഈ പറയുന്ന ടോപ്പിക് ഇന്ത്യൻ ഫാക്ട്, ഇന്ത്യൻ അടിസ്ഥാന വിവരങ്ങൾ എന്ത് ഉൾപ്പെടും? ഈ പറഞ്ഞ പഞ്ചവത്സര പദ്ധതിയും ഉൾപ്പെടും. അപ്പം 1 ലക്ഷം പോൾ വർക്കൗട്ട് ചലഞ്ച് ഉണ്ട്. അതിന്റെ ഏകദേശം 70ാമത്തെ ദിവസം ഇന്ന് കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 50 ദിവസം എന്നേ കഴിഞ്ഞു. 70ാമത്തെ ദിവസം കഴിയുകയാണ് 1 ലക്ഷം പോൾ വർക്കൗട്ടിന്റെ. അപ്പൊ ആ പോൾ വർക്കൗട്ട് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഒരു പ്രസ്താവന. ഓപ്ഷൻ ബി, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഓപ്ഷൻ സി, 1902 നിലവിൽ വന്ന സർവകലാശാല കമ്മീഷന്റെ തലവൻ തോമസ് റാലെയാണ്. ഓപ്ഷൻ ഡി, വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് VO ചിദംബരം പിള്ള. അപ്പൊ ഈ പറയുന്ന 4 പ്രസ്താവന നോക്കിയപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലായി? ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിന് ആൻസറിലേക്ക് ആദ്യം വരുന്നതിന് മുമ്പ് ഈ 4 സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിശോധിക്കണം. ഈ 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കണം. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് കൂടി പഠിക്കേണ്ടി വരും. അപ്പൊ ആദ്യ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിലേക്ക് വരുവാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാരാഷ്ട്രയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് MG റാനഡെ എന്നറിയപ്പെടുന്ന മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ പഠിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്ഞാനപ്രകാശ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഈ പറഞ്ഞ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ചതാ. ജ്ഞാനപ്രകാശ്. ഹിതവാദ എന്നറിയപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്, അത് ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുധാരക്. മറ്റൊന്ന് നേഷൻ, എപ്പോഴും ചോദിക്കുന്നതാണ്. നേഷൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണവും ആരുടെ തന്നെ? ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുടെ തന്നെ. അപ്പൊ ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി ഉണ്ട്, അത് ലാലാ ലജ്പത് റായ് ആണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ ഫോം ചെയ്ത സംഘടനയുടെ പേര് NSS എന്നാണ്, നായർ സർവീസ് സൊസൈറ്റി എന്നാണ്. അത് വരും ക്ലാസ്സുകളിൽ നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ എടുത്തോളാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെക്കണം. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി
കഴ്സൺ പ്രഭുവാണ്. ശരിയോ തെറ്റോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതും ശരിയാണ്. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് റൊണാൾഡ് ഷേ ആണ്. ഈ പറയുന്ന കഴ്സൺ പ്രഭുവാണ് 1902 നിലവിൽ വന്ന സർവകലാശാല കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? ഈ കഴ്സൺ പ്രഭുവാണ്. 1902 നിലവിൽ വന്ന സർവകലാശാല കമ്മീഷന്റെ തലവൻ ചോദിച്ചാൽ അത് തോമസ് റാലെയാണ്. തോമസ് റാലെയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കഴ്സൺ പ്രഭുവിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒന്ന്, 1900 ഇദ്ദേഹം പറഞ്ഞ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു ആണെന്ന് പറഞ്ഞു. അത് ശരിയാണ്. രണ്ടാമത്തത് 1902 നിലവിൽ വന്ന സർവകലാശാല കമ്മീഷന്റെ തലവൻ ആരാണ്? അത് തോമസ് റാലെയാണ്. തോമസ് റാലെയാണ്. അതൊന്ന് ഓർത്തു നോക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഡൽഹിയിലെ പുസയുണ്ടല്ലോ, ആ പുസയില് കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് ഈ കഴ്സൺ പ്രഭുവാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പോലീസ് സംവിധാനങ്ങളെ പറ്റി, ഇന്ത്യയിലെ പോലീസ് സംവിധാനങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിൽ, മറക്കല്ലേ, ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ഈ പറയുന്ന കഴ്സൺ പ്രഭുവാണ്. വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന കഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങൾ പഠിക്കണം. ചൈന എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഈ പറയുന്ന കഴ്സൺ പ്രഭുവാണ്. ചൈന. കൊറിയ എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് ഈ പറഞ്ഞ കഴ്സൺ പ്രഭുവാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോബ്ലം ഓഫ് ഫാർ ഈസ്റ്റ് ജപ്പാൻ, പ്രോബ്ലം ഓഫ് ഫാർ ഈസ്റ്റ് ജപ്പാൻ എന്ന പുസ്തകം എഴുതിയതും കഴ്സൺ പ്രഭുവാണ്. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് റൊണാൾഡ് ഷേ ആണ്. ഇനി ഈ കഴ്സൺ പ്രഭുവിനെ ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചൊരു പേരുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, കഴ്സൺ പ്രഭുവിനെ ഔറംഗസീബുമായി താരതമ്യപ്പെടുത്തിയ കോൺഗ്രസ് നേതാവിന്റെ പേര് അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭുവിനെ. ഔറ കഴ്സ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഔറ കഴ്സ, മറക്കല്ലേ, ഔറ കഴ്സ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭുവാണ്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അടുത്തത്, ഇന്ത്യൻ റെയിൽവേ സംവിധാനവുമായി ബന്ധപ്പെട്ട് കഴ്സൺ പ്രഭുവിന് പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാലോ? ഒന്നുമില്ല. ഇന്ത്യയിൽ നിലവിൽ വന്ന റെയിൽവേ ബോർഡ്, നിലവിൽ വന്ന സമയത്തുള്ള വൈസ്രോ ചോദിച്ചാൽ അത് കഴ്സൺ പ്രഭുവാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയല്ല? വി.ഒ. ചിദംബരം പിള്ളയല്ല. അതിനുത്തരം ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആരാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്? ബ്രിട്ടീഷുകാരാണ് വിശേഷിപ്പിച്ചത്. ഗോപാലകൃഷ്ണ ഗോഖലെയുമായി ബന്ധപ്പെട്ട് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, മറക്കരുത്, നേഷൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം അദ്ദേഹത്തിൻ്റെതാണ്. ഹിതവാദ എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ജ്ഞാനപ്രകാശ്, സുധാരക് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തു വെക്കുക. 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന മറ്റ് 2 പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചരിത്ര വസ്തുതകളുണ്ട്. ഒന്ന്, മഹാത്മാഗാന്ധി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന, പാകിസ്ഥാനെ പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച മുഹമ്മദ് അലി ജിന്ന ഉൾപ്പെടെ, സരോജിനി നായിഡു ഉൾപ്പെടെ മഹാത്മാഗാന്ധി ഈ 3 പേരുടെയും രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ഗുരു ആര് തന്നെ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുന്നത് 1889. 1889 ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുന്നത്. ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചതാരാ? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണല്ലോ. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയുടെ പേര് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നാണ്. ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കപ്പെടുന്നത് 1905 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെക്രട്ടറിയായിട്ട്
പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണ് മുഹമ്മദ് അലി ജിന്ന. അതുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പം മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേര് മുഹമ്മദ് അലി ജിന്നയാണ്. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്ന ആരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ് എന്ത് മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത്. അപ്പൊ മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ച മുഹമ്മദ് അലി ജിന്നയുടെ പ്രത്യേകത, അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന, മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, ഈ 3 വ്യക്തികളുടെയും രാഷ്ട്രീയ ഗുരു കൂടിയാണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ഒത്തിരി വ്യക്തികൾ വിശേഷിപ്പിക്കുന്നുണ്ട്, ഒത്തിരി വ്യക്തികൾ പറഞ്ഞു. ഇപ്പം അസാധാരണ മനുഷ്യൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവ. കഴ്സൺ പ്രഭുവിനെ ഇന്ത്യയുടെ ഔറംഗസീബ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തിരിച്ചും ഒരു ഡയലോഗ് അടിക്കണമല്ലോ. അങ്ങനെ കഴ്സൺ പ്രഭു പറഞ്ഞത് അസാധാരണ മനുഷ്യൻ എന്നാണ്. ഒത്തിരി വിശേഷണമുണ്ട്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ വിശേഷണങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോണം, വായിച്ചോണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. അപ്പൊ VO ചിദംബരം ഈ പറയുന്ന എയർപോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന VO ചിദംബരം പോർട്ട് ഇതൊക്കെ ഏത് സംസ്ഥാനത്താകാൻ സാധ്യതയുണ്ട്? ഈ പറയുന്ന വളരെ പ്രധാന തമിഴ്നാട്ടിലാവാനാണ് സാധ്യത, 100% ഉറപ്പ്. അപ്പൊ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. ഈ VO ചിദംബരം പിള്ളയാണ് സ്വദേശി പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി 1906 സ്ഥാപിക്കുന്നു. ഇതിനൊരു ആസ്ഥാനം ഉണ്ട്. ആസ്ഥാനം തൂത്തുക്കുടിയാണെന്ന് ഓർത്തു വെക്കണം. ഒന്നുമില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രാദേശിക. അദ്ദേഹം ഈ പറയുന്ന ആ പ്രദേശത്തെ കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത് 6 ലക്ഷം രൂപ, മറക്കല്ലേ, 6 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുന്നത്. 1906 6 ലക്ഷം, മറക്കല്ലേ, പഠിക്കാൻ എളുപ്പമാ. 1906 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുന്നു. അത് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഈ പറഞ്ഞ VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ളയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് VO ചിദംബരം പിള്ളയാണ്. അദ്ദേഹത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. കപ്പലൂട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് VO ചിദംബരം പിള്ള. ഇത് സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറയുന്ന VO ചിദംബരം പിള്ളയാണല്ലോ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഈ VO ചിദംബരം പിള്ളയുടെ കപ്പലുകൾ സർവീസ് നടത്തിയിരുന്നത് ഈ പറയുന്ന തൂത്തുക്കുടിക്കും കൊളംബോയ്ക്കും ഇടയിലാണ് എന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കണം. 1906 6 ലക്ഷം രൂപ മുതൽ മുടക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നെല്ലാം കൂടെ എന്ത് ചെയ്തു, കളക്ട് ചെയ്ത് ഒരു 6 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് അത് VO ചിദംബരം പിള്ളയാണ്. അതുകൂടി ഒന്ന് വായിച്ചാൽ ആ ഒരു ടോപ്പിക് കിട്ടും. അപ്പൊ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഇത്രയും PYQ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന 10th ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ ഏത് പരീക്ഷയും ഉറപ്പായിട്ട് കിട്ടും എന്ന് വിശ്വാസമുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്തൊരു ചോദ്യം നോക്കിയേ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി അല്ലെങ്കിൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ് എന്നാണ് ചോദ്യം. സ്വാതന്ത്ര്യ സമര സമയത്ത് അല്ലെങ്കിൽ ലാലാ ഹർദയാൽ എന്നറിയപ്പെടുന്ന വ്യക്തി ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് ഏത് രാജ്യത്ത് വെച്ചാണ് രൂപം നൽകിയതെന്നാണ് ചോദ്യം. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് ആരാണ്? അത് അമേരിക്കയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഈ പറയുന്ന ഹർദയാൽ പ്രസ്ഥാനം അല്ലെങ്കിൽ ലാലാ ഹർദയാൽ എന്നറിയപ്പെടുന്ന വ്യക്തിയെ പറ്റി നമ്മൾ പഠിക്കണം. ഹോം റൂൾ പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ പഠിക്കണം. ഹോം റൂൾ പ്രസ്ഥാനം പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളെ പറ്റിയും പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ആൻസർ അമേരിക്കയാണല്ലോ. ഈ ഗദ്ദാർ പാർട്ടി ആരംഭിച്ച വർഷം എന്നാ 1913 ഗദ്ദാർ പാർട്ടി സ്ഥാപിക്കുന്നത്. ഇവിടെയാണ് ലാലാ ഹർദയാൽ അമേരിക്കയിലാണ് ഈ പറയുന്ന ഗദ്ദാർ പാർട്ടി എന്നറിയപ്പെടുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എല്ലാം തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്. അപ്പൊ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ എന്നറിയപ്പെടുന്ന പ്രദേശമുണ്ട്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ തീവ്ര ദേശീയവാദികളുടെ സംഘടനയുടെ പേര് ഗദ്ദാർ പാർട്ടി എന്നാണ്. ഗദ്ദാർ എന്നറിയപ്പെടുന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. വിപ്ലവം എന്നാണ് ഗദ്ദാർ എന്നറിയപ്പെടുന്ന വാക്കിന് ഉറുദു അല്ലെങ്കിൽ പഞ്ചാബി ഭാഷയിൽ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച വർഷം 1913, മറക്കല്ലേ. സ്ഥാപകന്റെ പേര് ലാലാ ഹർദയാൽ എന്നാണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഗദ്ദാർ പാർട്ടിക്ക് ഒരു ആദ്യകാല പേരുണ്ട്. ആദ്യകാല പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നാണ്. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നാണ് ഈ പറയുന്ന എന്തിനെ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യകാല പേര്. ഗദ്ദാർ പാർട്ടി 1913
സ്ഥാപിക്കുന്നത്. ഗദ്ദാർ പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഗദ്ദാർ പാർട്ടി ഇന്ത്യയിൽ ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനം 1915 എടുക്കുന്നത്. 1913 അമേരിക്കയിലാണ് ഇത് സ്ഥാപിക്കുന്നത്. 1915 മുതൽ ഗദ്ദാർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം 1915 മുതലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോമതമാരു, മറക്കല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോമഗതമാരു സംഭവം എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചാൽ ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തോളാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? ഈ പറയുന്ന കോമഗതമാരു സംഭവം ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രം ഓർക്കുക. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാരെന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. ആനി ബസന്റുമായി ബന്ധപ്പെട്ട് കോമൺവീലൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. നമ്മൾ പറയുന്ന മാഗസിൻ അല്ലെങ്കിൽ പത്രങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തോളാം. അപ്പൊ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാണ്? അത് ആനി ബസന്റ് ആണ്. ഈ ആനി ബസന്റ് മാത്രമല്ല, ആനി ബസന്റ്, ബാലഗംഗാധര തിലക്, ഈ രണ്ട് വ്യക്തികൾ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്ന് ഓർത്തു വെക്കുക. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യുക? സജീവമായിട്ട് നിലനിർത്തുക. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായിട്ട് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ആശയത്തിന്റെ പേരാണ് ഹോം റൂൾ പ്രസ്ഥാനം. അതൊന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറഞ്ഞ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഹോം റൂൾ എന്നറിയപ്പെടുന്ന വാക്കിന്റെ അർത്ഥമുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനത്തിന് ഒരു വർഷമുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനം രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പ്രദേശം, അവരേത് മേഖലയിലാണ് ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങിയത്, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, ഏതെങ്കിലുമൊക്കെ അപരനാമങ്ങൾ ഉണ്ടോ, ഇതൊക്കെയാണ് ഇനി നമുക്ക് വേണ്ട പരിശോധന ടോപ്പിക്. ഇത്രയാണ്. ഹോം റൂൾ എന്നറിയപ്പെടുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വയം ഭരണം എന്നാണ്. 1916 ഇന്ത്യയിൽ എന്ത് സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്? ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സജീവമാകുന്നത് 1916 ഇന്ത്യയിലാണെന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഹോം റൂൾ എന്നറിയപ്പെടുന്ന വാക്കിന് അർത്ഥം എന്താണ്? അത് സ്വയം ഭരണമെന്നാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ കൊച്ചുനാൾ മുതലേ ഈ ഹോം റൂൾ എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തുവാ ഈ സംവിധാനം എന്ന് പറയുന്നത്? വേറെ ഒന്നുമില്ല. നമ്മൾ പറയുന്നത് ഹോം റൂൾ എന്നറിയപ്പെടുന്ന വാക്കിനർത്ഥം സ്വയം ഭരണമാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ മാക്സിമം PYQ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. എന്നിരുന്നാലും കണ്ടന്റ് കൂടി പറഞ്ഞു തരുന്നു. ഹോം റൂൾ എന്നറിയപ്പെടുന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആനി ബസന്റ് ആണ്. അപ്പൊ എന്താ ഈ ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഉണ്ടല്ലോ, ഈ ബ്രിട്ടീഷ് കോമൺവെൽത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വയം ഭരണം നേടിയെടുക്കാനുള്ള സമരത്തിന്റെ പേരാണ് ഹോം റൂൾ പ്രസ്ഥാനം. അതൊന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. ഇനി ഈ ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്ന 1916 പറഞ്ഞു. മദ്രാസ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപകരുണ്ട്. ഒന്ന് ആനി ബസന്റും ഉണ്ട്, മറ്റൊന്ന് ബാലഗംഗാധര തിലകും ഉണ്ട്. ഇവർ രണ്ടും ഇന്ത്യയുടെ രണ്ട് പ്രദേശങ്ങളിലാണ് ഹോം റൂൾ എന്നറിയപ്പെടുന്ന ആശയം അല്ലെങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങുന്നത്. ഒന്ന് മദ്രാസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തമിഴ്നാട്ടിലെ തലസ്ഥാനമായ മദ്രാസിലെ അടയാർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് അത് ആനി ബസന്റ് ആണ്. ഈ പറയുന്ന ആനി ബസന്റിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തടവിലാക്കുന്നത് 1917 അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. 1916 ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. മദ്രാസിലെ അടയാർ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ആനി ബസന്റ് എന്ത് ചെയ്യുന്നു? ഇതിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ 1917 ആനി ബസന്റിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തടവിലാക്കും. ഇനി അങ്ങനെ ഈ പറയുന്ന ആനി ബസന്റിനെ തടവിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വുഡ്രോ വിൽസൺ എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടും. എന്തിനു വേണ്ടിയാ? ആനി ബസന്റിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരാ വുഡ്രോ വിൽസൺ. അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ട. ഇനി ബാലഗംഗാധര തിലകിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന പൂനെ കേന്ദ്രീകരിച്ച്, ഇന്ത്യയിലെ പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങിയത് ബാലഗംഗാധര തിലകാണ്. ഇങ്ങനെ ബാലഗംഗാധര തിലക് പൂനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ജോസഫ് ബാപ്റ്റിസ്റ്റയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഇതേ ഹോം റൂൾ പ്രസ്ഥാനം എന്ത് ചെയ്യും? ഈ പറയുന്ന മഹാത്മാഗാന്ധിയുമായി കണക്ട് ചെയ്യണം. അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് മഹാത്മാഗാന്ധിയെ തെരഞ്ഞെടുത്ത വർഷം 1920 അതൊന്ന് ഓർത്തു വെക്കണേ. ഇനി ഈ ഹോം റൂൾ പ്രസ്ഥാനത്തെയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? സ്വരാജ്യ സഭ എന്ന് റീനെയിം ചെയ്യുന്നത്. 1920 ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത്, അതായത് അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് മഹാത്മാഗാന്ധി വരും. മഹാത്മാഗാന്ധി വന്നതിന് ശേഷം ഈ ഹോം റൂളിനെ അങ്ങ് റീനെയിം ചെയ്യും, സ്വരാജ്യ സഭ എന്നാകും. ഇനി
മലബാർ എന്നറിയപ്പെടുന്ന മലബാർ പ്രദേശത്തെ കോഴിക്കോട് പ്രദേശം കേന്ദ്രമാക്കി ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ശാഖ അല്ലെങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൊടുത്തത് KP കേശവമേനോനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. തിരുവിതാംകൂറിന്റെ അല്ല, കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. മാതൃഭൂമി എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെ, ഈ പറഞ്ഞ KP കേശവമേനോൻ. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഈ ഹോം റൂൾ പ്രസ്ഥാനം പിന്നീട് എന്ത് ചെയ്യും, ഇന്ത്യയിൽ ഉൾപ്പെടെ നിർത്തിവെക്കുമല്ലോ. ഈ നിർത്തിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തിന്റെ പേര് ആഗസ്റ്റ് ഓഫർ അല്ലെങ്കിൽ ആഗസ്റ്റ് പ്രഖ്യാപനം എന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കുന്നു. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കോഴിക്കോട് കേന്ദ്രമാക്കി, മലബാർ അല്ലെങ്കിൽ കോഴിക്കോട് കേന്ദ്രമാക്കി ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനം വഹിക്കുന്നത് KP കേശവമേനോൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ മദ്രാസിനടുത്തുള്ള അടയാർ ചോദിക്കുന്നെങ്കിൽ ആനി ബസന്റ്, പൂനെ കേന്ദ്രീകരിച്ചാ ചോദിക്കുന്നെങ്കിൽ ആരാണ്, അത് ബാലഗംഗാധര തിലക്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അമേരിക്കയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ശാഖ ആരംഭിക്കും 1917. അതിനുത്തരം ലാലാ ലജ്പത് റായി ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ, സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി ആരംഭിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് ആരാരംഭിക്കുന്നത്, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്ത മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിയേ. അവര് നിയമം മൂലം അനാചാരങ്ങളെല്ലാം നിരോധിക്കുമെന്ന് പറയുന്നു. ഒന്ന്, വിധവാ പുനർവിവാഹം നിരോധിച്ചു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതൊരു അനാചാരമാണല്ലോ വിധവാ പുനർവിവാഹം. അക്കാലത്ത് ഒരു അനാചാരമാണ്, അത് അവര് നിരോധിച്ചാണ്, ഒരിക്കലുമല്ല. വിധവാ പുനർവിവാഹം എന്ത് ചെയ്താ, നടപ്പിലാക്കിയത്. അപ്പൊ ഇത് അനാചാരമല്ല, അത് അനാചാരങ്ങൾ നിരോധിച്ചതല്ല, മറിച്ച് വിധവാ പുനർവിവാഹം നടപ്പിലാക്കിയതാ. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത് ലോജിക്ക്. അപ്പൊ ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ എന്തെയോ, ഇത് അനാചാരമായിട്ട് നിരോധിച്ചതല്ല, നടപ്പിലാക്കിയതാ. അപ്പൊ ഇതല്ല. ഓപ്ഷൻ ബിയിലേക്ക് വന്ന് അടിമത്തം നിരോധിച്ചു. ശരിയാ, അടിമത്തം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്ലേവറി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള അടിമത്തം നിരോധിച്ചു. ദെൻ സതി നിരോധിച്ചു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് നിരോധിച്ച പ്രധാനപ്പെട്ട അനാചാരമാണ്. ദെൻ ശൈശവ വിവാഹം നിരോധിച്ചു. അപ്പം ഇതിൽ നിരോധിക്കാത്തത് എന്തു മാത്രമേ ഉള്ളൂ, വിധവാ പുനർവിവാഹം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ വിധവാ പുനർവിവാഹം നടപ്പിലാക്കിയത് ആരാണ് എന്ന് വെച്ചാൽ വിധവകളായിട്ടുള്ള ആളുകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാം എന്ന നിയമം അവരെന്ത് ചെയ്തു, നടപ്പിലാക്കി. ഈ വിധവ പുനർവിവാഹം നടപ്പിലാക്കിയത് ആരാണ്, അത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരേണ്ടത് ബിയും സിയും ഡിയും അവർ നിയമം മൂലം നിരോധിച്ചതാണെന്ന് മാത്രം ഓർക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ബ്രിട്ടീഷുകാര് നിയമം മൂലം ഇന്ത്യയിൽ നിരോധിച്ച പ്രധാനപ്പെട്ട അനാചാരങ്ങൾ പറയുമ്പോൾ ശിശു ഹത്യ അവർ നിരോധിക്കുന്നു. ശിശു ഹത്യ, അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ പറഞ്ഞല്ലോ, വിധവ പുനർവിവാഹം നിയമം പാസ്സാക്കുന്നത് 1856 വിധവ പുനർവിവാഹം നിയമം ഇന്ത്യയിൽ പാസ്സാക്കുന്നത്. ഈ പറയുന്ന വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഇതിന്റെ കരട് തയ്യാറാക്കിയത്. ഈ ഹിന്ദു വിധവ പുനർവിവാഹ നിയമപ്രകാരം ഇത് നടപ്പിലാക്കിയത് കാനിങ് പ്രഭുവാണ്. രണ്ട് ചോദ്യമാണ്. വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ വർഷമെന്ന അത് 1856 അതിന്റെ കരട്, ഹിന്ദു വിധവ പുനർവിവാഹത്തിന്റെ കരട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഈ ഹിന്ദു വിധവ പുനർവിവാഹ നിയമപ്രകാരം നിയമപ്രകാരം നടപ്പിലാക്കിയത് കാനിങ് പ്രഭുവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഈ പറയുന്ന വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിന്റെ പേര് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ശാരദാ നിയമം. എന്തായി ശാരദാ നിയമം എന്ന് പറഞ്ഞാൽ 1929 ഈ പറയുന്ന ശാരദാ നിയമം പാസ്സാക്കുന്നത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18, അതായത് ആൺകുട്ടികൾക്ക് 18 പെൺകുട്ടികൾക്ക് 14 നിജപ്പെടുത്തിയ നിയമത്തിന്റെ പേരാണ് ശാരദാ നിയമം. 1929 അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, 10th ലെവൽ പ്രിലിംസിന്റെ മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയോ, അതിനകത്ത് രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനെ അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയെ ചോദിക്കാത്തൊരു പരീക്ഷ
കുറവാണ്. ചോദിക്കാത്ത പരീക്ഷ കുറവെന്നല്ല, ചോദിക്കാത്ത പരീക്ഷ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ രാജാ റാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട് ഇക്കാലം അത്രയും ഇന്നേ കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട PYQ അങ്ങ് പറഞ്ഞു പഠിപ്പിച്ചു പോവുകയാണ്. അപ്പൊ രാജാ റാം മോഹൻ റോയെ പേര് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒന്ന്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ, ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാ റാം മോഹൻ റോയി. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അത് രാജാ റാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷാ ചോദ്യം, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നതും രാജാ റാം മോഹൻ റോയിയാണ്. വീണ്ടും ആവർത്തിക്കുന്നത്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ റാം മോഹൻ റോയ്, ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ രാജാ റാം മോഹൻ റോയ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാ റാം മോഹൻ റോയ്, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആര് തന്നെ? ഈ പറയുന്ന രാജാ റാം മോഹൻ റോയിയാണ്. അദ്ദേഹം ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചത് രാജാ റാം മോഹൻ റോയിയാണ്. രാജാ റാം മോഹൻ റോയി എഴുതിയ 3 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. അതിൽ ഒന്നാമത്തെ വേദാന്ത ഗ്രന്ഥം എന്നറിയപ്പെടുന്ന പുസ്തകം അദ്ദേഹം 1815 വേദാന്ത ഗ്രന്ഥം എന്ന പുസ്തകം എഴുതിയത്. തുഹ്ഫത്തുൽ മുവാഹുദ്ദീൻ, മറക്കല്ലേ, തുഹ്ഫത്തുൽ മുവാഹുദ്ദീൻ എന്നറിയപ്പെടുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ്. അതായത് ഗിഫ്റ്റ് ഓഫ് മോണോത്തീസ്റ്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ കൃതിയെ അറിയപ്പെടുന്നത്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന ധാരണയിൽ 1805 ഈ പറയുന്ന തുഹ്ഫത്തുൽ മുവാഹുദ്ദീൻ രാജാ റാം മോഹൻ റോയ് എഴുതുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയുണ്ട്, ജീസസിന്റെ കൽപ്പനകൾ, പ്രസറ്റ്സ് ഓഫ് ജീസസ് അല്ലെങ്കിൽ പ്രസറ്റ്സ് ഓഫ് ജീസസിന്റെ കൽപ്പനകൾ എന്നറിയപ്പെടുന്ന ഒരു കൃതിയുണ്ട്. 1820 അദ്ദേഹം എഴുതുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ തുഹ്ഫത്തുൽ മുവാഹുദ്ദീൻ എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് രാജാ റാം മോഹൻ റോയിയാണ്. അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ചാണ് നിര്യാതനാകുന്നത്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും, കഴിഞ്ഞ 10th ലെവൽ പരീക്ഷയുടെ ചോദ്യമാണ്, വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം രാജാ റാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയിയാണ്. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ ചോദിച്ചാൽ അത് രാജ്നാരായണൻ ബോസും, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആരെന്ന് ചോദിച്ചാൽ അത് രാജാ റാം മോഹൻ റോയിയുമാണ്. രണ്ട് ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ ഉത്തരം ഏത് തന്നെ? ബ്രഹ്മസമാജം തന്നെയാണ്. ഉത്തരം ബ്രഹ്മസമാജമാണ്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം 1828 സ്ഥാപിക്കുന്നത്. സ്ഥാപിച്ച ആളുടെ പേര് രാജാ റാം മോഹൻ റോയ് എന്നാണ്. ഈ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമുണ്ട്. അത് ബ്രഹ്മധർമ്മയാണ്. മറക്കല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്ന പുസ്തകം ഏതാണ്? ബ്രഹ്മധർമ്മ. ഈ ബ്രഹ്മധർമ്മം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലാണ്. അപ്പൊ അവിടെ മറ്റൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ ആണ് ആര്? അയ്യത്താൻ ഗോപാലൻ. അതുകൊണ്ടാണ് എന്ത്, കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ പ്രധാന പ്രവർത്തകൻ എന്ന് ആരെ അറിയപ്പെടുന്നത്? അയ്യത്താൻ ഗോപാലിനെ അറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ബ്രഹ്മധർമ്മം എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ഈ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി എഴുതിയത് ദേവേന്ദ്രനാഥ ടാഗോർ. വീണ്ടും ആവർത്തിക്കുന്നു, രവീന്ദ്രനാഥ ടാഗോർ അല്ല, ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ എന്ന പുസ്തകം എഴുതുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, ഈ കണ്ടന്റ്, ഈ വർക്കൗട്ട്, ഈ ചലഞ്ച് ഇങ്ങനെ തന്നെ തുടരും. വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരും ക്ലാസ്സിൽ ബാക്കിയുള്ള കണ്ടന്റുകളെല്ലാം നമ്മൾ എടുത്തോളാം. ഈ കൈ ഒന്ന് ഭേദമാകുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാൻ ഒന്നും ഞാൻ പറയുന്നില്ല, പഠിച്ചു പോയിക്കോ. അതിനോടൊപ്പം തന്നെ ക്ലാസ് ഞാൻ പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഞാൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഒന്ന് ആശുപത്രി പോവുക, ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഇതൊന്ന് ക്ലിയർ ചെയ്തതിനു ശേഷം ഞാൻ വരും. വന്നതിന് ശേഷം ഉഷാറായി വീണ്ടും ലൈവ് പ്ലസ് റെക്കോർഡഡ് PDF പരീക്ഷ എല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക, എഫേർട്ട് ഇടുക, പരമാവധി വർക്ക് ചെയ്ത് മാറ്റുക. വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.